യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. തൃഷ്ണാരൂപത്തിൽ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. തൃഷ്ണ എന്ന പദത്തിന് കുടിക്കാനുള്ള ആഗ്രഹം എന്നാണ് പദാർത്ഥം. തീവ്രമായ ആഗ്രഹം. പ്രപഞ്ചത്തിൽ ചരമോ അചരമോ ജീവിയോ ജഡമോ ആയ എല്ലാത്തിനും മറ്റു വസ്തുക്കളുമായും ജീവികളുമായും ചേരാനുള്ള പ്രവണത കാണാം. സ്ത്രീയും പുരുഷനും തമ്മിലും, മരവും വള്ളിയും തമ്മിലും, സസ്യവും സൂര്യപ്രകാശവും തമ്മിലും, ഇരുമ്പും കാന്തവും തമ്മിലും, അഗ്നിയും ഇന്ധനവും തമ്മിലും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പരസ്പരമുള്ള അത്യാകർഷണത്തിൻ്റെ ഭാഗമായ ചങ്ങല അനന്തമായി നീണ്ടുപോകുന്നതായി കാണാം. ഈ ലയവാസനയെ മൊത്തത്തിൽ കുറിക്കാനാണ് തൃഷ്ണ എന്ന പദം. തൃഷ്ണ സഫലമാകുമ്പോൾ ഉണ്ടാകുന്ന തൃപ്തിയെ സുഖമായിട്ട് ജീവികൾ കാണാറുണ്ട്. തൃഷ്ണാശമനം ഉണ്ടാകാത്ത സ്ഥിതിയെ ദുഃഖമായും കണക്കാക്കുന്നു. ശമിക്കാത്ത തൃഷ്ണ ക്രോധത്തിലേക്കും മത്സരത്തിലേക്കും ആത്യന്തികമായി നാശത്തിലേക്കും നയിച്ചു എന്നും വരാം. കാമുകി കാമുകന്മാർ തമ്മിലും, ഭാര്യയും ഭർത്താവും തമ്മിലും, മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലും, സ്നേഹിതർ തമ്മിലുമുള്ള പരസ്പര സ്നേഹമായി വർത്തിക്കുന്ന രാഗത്തിൻ്റെ അടിസ്ഥാനം തൃഷ്ണയാണ്. ഇങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭാവവ്യതിയാനങ്ങളോടെ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന തൃഷ്ണാരൂപിണിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാ ഭൂതങ്ങളിലും ക്ഷാന്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. ക്ഷാന്തി എന്ന പദത്തിന് ക്ഷമ എന്നാണ് സാമാന്യമായ അർത്ഥം. ഉപദ്രവം സഹിക്കൽ, പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ചെയ്യാതിരിക്കൽ, ഇതൊക്കെ ശാന്തിക്കുള്ള ഉദാഹരണങ്ങളാണ്. നമ്മുടെ എല്ലാം മാതാവായ ഭൂമിദേവി ഈ ശാന്തിയുടെ ഏറ്റവും പ്രധാനമായ ഉദാഹരണമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളിലും ലോകമാതാവിൻ്റെ ക്ഷാന്തി തെളിഞ്ഞു കാണാം. സൂര്യൻ തൻ്റെ ഊഷ്മാവ് കൊണ്ട് നമ്മെ ഭസ്മമാക്കുന്നില്ല. സർവവ്യാപ്തമായ അഗ്നി നമ്മെ ചുട്ടരിക്കുന്നില്ല. മഹാസാഗരങ്ങളിൽ നിരന്തരമായി ഉയരുന്ന തരംഗ പരമ്പരകൾ നമ്മെ മുക്കുന്നില്ല. ഒരു മണൽത്തരിക്കുള്ളിലുള്ള ശക്തി സ്ഫോടനം മതി ഭൂമുഖത്തുള്ള മനുഷ്യരാശി ആകെ നശിപ്പിക്കാൻ. വാത്സല്യത്തോടെ കാരുണ്യത്തോടെ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് നമ്മയെല്ലാം രക്ഷിക്കുന്ന കരുണാമയ്യായ ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാ ഭൂതങ്ങളിലും ജാതി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിട്ട് വീണ്ടും വീണ്ടും നമസ്കാരം. ജാതി എന്നാൽ സമാന ഗുണങ്ങളുള്ള വ്യക്തികളുടെ സമൂഹത്തിനാണ് ജാതി എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എണ്ണിത്തീർക്കാൻ ഒരിക്കലും സാധിക്കാത്ത വിധം വൈവിധ്യമുള്ള പ്രാണികളും വസ്തുക്കളും സമൂഹങ്ങളുമുണ്ട്. ഇവയിൽ ഗുണസാമ്യം കൊണ്ട് ഒരുമിച്ച് ചേർക്കാവുന്ന സമൂഹങ്ങളെ മൊത്തത്തിൽ കുറിക്കാനാണ് ജാതി എന്ന പദം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിച്ചാൽ ഓരോന്നിനും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ ഗുണങ്ങൾ ഉണ്ടെന്ന് കാണാം. ഓരോന്നും വ്യത്യസ്തമായിരിക്കെ തന്നെ സമൂഹത്തിൻ്റെ ഘടകവുമാണ്. പ്രവചിക്കാവുന്ന പെരുമാറ്റ രീതികളും ഗുണവിശേഷങ്ങളും ജാതികൾക്കുണ്ട്. കാറ്റും വെളിച്ചവും ചൂടും തണുപ്പും അഗ്നിയും രോഗവും ഔഷധികളും ഗ്രഹനക്ഷത്രാദികളുമൊക്കെ ഏറെക്കുറെ നിയതമായ രീതിയിൽ പെരുമാറുന്നത് ലോകജനനി ഓരോ വർഗത്തിനും നൽകിയ സാമാന്യ ഗുണങ്ങൾ കൊണ്ടാണ്. അങ്ങനെ ജാതിരൂപത്തിൽ പ്രപഞ്ചമാകെ വ്യാപ്തയായ ലോകമാതാവിനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു.